إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വലിയ ചർച്ചകളും മദ്ഹുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തും സന്ദർഭത്തിലുമാണ് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേരാൻ നമുക്ക് സൗഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനിവാര്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചു മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. ഇപ്പം നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്, നമ്മുടെ കർമ്മവും നമ്മുടെ സ്വഭാവവും എന്ന് പറയുന്നത് എല്ലാം പരിശുദ്ധമായ ഖുർആനും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ ആചാരങ്ങളുമെല്ലാം ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, നമുക്ക് തോന്നിയത് വിശ്വസിക്കുന്നതല്ല. പ്രമാണം എന്താണോ പറയുന്നത് അത് മാത്രമാണ് ഒരു മുസ്ലിമിന്റെ വിശ്വാസം എന്നത്. ഒരു മുസ്ലിമിന്റെ വിശ്വാസത്തെ എന്നും വ്യതിരിക്തമാക്കുന്നു എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. എന്നാൽ ഇന്ന് പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന പല വിശ്വാസങ്ങളും പ്രവാചകന്മാരെ കുറിച്ചുള്ള വിശ്വാസമാണെങ്കിലും വിശ്വാസ മേഖലകളിലെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെയെല്ലാം അന്ധവിശ്വാസങ്ങൾ കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് പ്രവാചകന്മാരെ പറ്റി പൊതുവേയും നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുമൊക്കെ വ്യത്യസ്തമായ ചിന്താധാരങ്ങളും വിശ്വാസങ്ങളും വരെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ വെച്ചു പുലർത്തുന്നവരുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. പല സമൂഹങ്ങളും വഴിപിഴച്ചു പോയത്, കഴിഞ്ഞ പല സമൂഹങ്ങളും നശിച്ചു പോയത് പ്രവാചകന്മാരെ പറ്റിയുള്ള അന്ധവിശ്വാസങ്ങൾ വെച്ചു പുലർത്തിയത് കൊണ്ടാണെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.
അന്ധവിശ്വാസങ്ങൾ പല കാരണങ്ങളാണ് അത് കടന്നു വരാൻ. അതിലൊന്ന്, പ്രവാചകന്മാരെക്കുറിച്ച് പല സമൂഹങ്ങളും വിശ്വസിച്ചിരുന്നത്, അവർ ധരിച്ചു വെച്ചിരുന്നത്, അവർ വിശ്വസിച്ചു വെച്ചിരുന്നത് പ്രവാചകന്മാർ എന്ന ഒന്നില്ല. അവർക്ക് എന്താണ് പ്രത്യേകത? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യാസീനിലെ 15-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഖാലു, അവർ പറഞ്ഞു, മ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ, അത് ഞങ്ങളെപ്പോലത്തെ മനുഷ്യന്മാര് മാത്രമാണ് ഈ പ്രവാചകന്മാർ. പ്രവാചകന്മാർ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാര് മാത്രമാണ്. വമാ അൻസല റഹ്മാനു മിൻ ഷൈഇൻ, പരമകാരുണികൻ യാതൊന്നും അവർക്ക് അവതരിപ്പിച്ചിട്ടില്ല. ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ, നിങ്ങൾ കളവ് മാത്രമേ പറയുന്നുള്ളൂ എന്ന് പ്രവാചകന്മാരുടെ മുഖത്തു നോക്കി പ്രവാചകന്മാരെ പാടെ നിഷേധിച്ച സമൂഹങ്ങളുടെ ചരിത്രം പരിശുദ്ധമായ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ഒരിക്കലും നമ്മൾ അത്തരം ഒരു നിഷേധികളായി തീരരുത്. വീണ്ടും ഖുർആൻ പറയുന്നുണ്ട്, ഖാലു, അവര് പറഞ്ഞു, ഇന്നാ തതയ്യർനാ ബിക്കും ലഇല്ലം തൻതഹു ലനർജുമന്നകും വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം, തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ ദുശ്ശകുനമായി കാണുകയാണ്. പ്രവാചകന്മാരെ ദുശ്ശകുനമായി കണ്ട സമൂഹങ്ങളുടെ ചരിത്രവും പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആരാണ് പ്രവാചകന്മാർ? ഖുർആൻ പറയുന്നുണ്ട്, കാനന്നാസു ഉമ്മത്തൻ വാഹിദ ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീന. ഈ സമൂഹം ഒറ്റ സമൂഹമായിരുന്നു. ഈ സമൂഹം വിശ്വാസത്തിന്റെ പേരിൽ ഭിന്നിച്ചപ്പോൾ അവരെ ഒന്നിപ്പിക്കുവാൻ, ഭിന്നിച്ചു നിൽക്കുന്ന സമൂഹത്തെ ഒന്നിപ്പിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിക്കുകയുണ്ടായി. പ്രവാചകന്മാരൊരിക്കലും ഭിന്നതയുടെ ശബ്ദം കൊണ്ടുവന്നവരല്ല, ഭിന്നിപ്പ് കൊണ്ടുവന്നവരല്ല, മറിച്ച് ഐക്യത്തിന്റെ ശബ്ദവുമായി കടന്നു വന്നവരാണ് പ്രവാചകന്മാർ. അവരെക്കുറിച്ച് പറയുന്നത് മുബശ്ശിരീന വമുൻദിരീന, നന്മ ചെയ്യുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നവർ, തിന്മ ചെയ്യുന്നവർക്ക് നരകത്തെക്കുറിച്ച്, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് താക്കീത് ചെയ്യുന്നവരായിരുന്നു പ്രവാചകന്മാർ. മാത്രമല്ല, വഅൻസല മഅഹുമുൽ കിതാബ ബിൽ ഹഖ്, അവർക്ക് ഭിന്നിച്ച വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ അവർക്ക് സത്യവേദത്തെയും ആ പ്രവാചകന്മാരുടെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഈ പ്രവാചകന്മാരിൽ വിശ്വസിക്കുക എന്നത് ഈമാൻ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. ഈ വിശ്വാസം വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നമ്മളിൽ അന്ധവിശ്വാസങ്ങൾ കടന്നുവരും. പ്രവാചകന്മാർ അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരാണ് നമ്മെ നന്മയിലേക്ക് നയിക്കാൻ, തിന്മയിൽ നിന്ന് പുറകോട്ട് പിടിച്ചു വലിക്കാൻ എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. രണ്ടാമത്തെ കാര്യം, പ്രവാചകന്മാരെ കുറിച്ചുള്ള അന്ധവിശ്വാസങ്ങൾ കടന്നു വരാനുള്ള രണ്ടാമത്തെ കാരണം സ്നേഹത്തിന്റെയും ആദരവിന്റെയും അതിര് കവിയലാണ്. പ്രവാചകന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ, ചരിത്രത്തിന്റെ പ്രഭാവലയത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് ലോകത്തോട് വട പറഞ്ഞ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചരിത്രം എത്ര പ്രശോഭിതമാണ്! ആ ചരിത്രം വെള്ളി വെളിച്ചത്തിലാണ്. അത് കാണാനും കേൾക്കാനും ചരിത്രത്തിൽ രേഖപ്പെടുത്താനും ചരിത്രകാരന്മാർ തയ്യാറായിട്ടുണ്ട്. അത് ഇന്നും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ പ്രവാചകന്മാരെ ആദരിക്കണം, ബഹുമാനിക്കണം, സ്നേഹിക്കണം. പക്ഷേ അതിരിവിട്ട സ്നേഹം, അതിരിവിട്ട ബഹുമാനം അതൊരിക്കലും പ്രവാചകന്മാർക്ക് കൊടുക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. കാരണം മുൻഗാമികൾ നശിച്ചുപോയത്, മുൻഗാമികൾ മതത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടത്, മതത്തിൽ നിന്ന് തെറിച്ചുപോയത് അവരുടെ പ്രവാചകന്മാരുടെ വിഷയത്തിൽ അവർ അതിര് കവിഞ്ഞതുകൊണ്ടാണ്. ഖുർആൻ പറയുന്നുണ്ട്, വഖാലത്തിൽ യഹൂദ്, ജൂതന്മാർ അവരുടെ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞു, ഉസൈർ ബിനുല്ലാഹ്, അള്ളാഹുവിന്റെ പുത്രനാണ് ഞങ്ങളിലേക്ക് നിയോഗിച്ച ഉസൈർ എന്ന് ആര് പറഞ്ഞു? ജൂതന്മാര് പറഞ്ഞു. എന്നാൽ ഫഖാലത്തിൻ നസാറ, ക്രിസ്ത്യാനികൾ പറഞ്ഞു, നസാറാക്കൾ പറഞ്ഞു, അൽ മസീഹ് ഇബ്നുല്ലാഹ്, ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞു. ഇതാണ് പ്രവാചകന്മാരെ ആദരിച്ച് ബഹുമാനിച്ച് അവരെ ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക്, അവര് ദൈവപുത്രനാണെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് മുൻ സമൂഹങ്ങൾ കടന്നു വന്നപ്പോ ആ സമൂഹങ്ങളെയും ഒക്കെയും നശിപ്പിക്കപ്പെട്ടു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരോട് ഖുർആൻ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, ഇവരോട് പറയുന്നൊരു വാക്കുണ്ട്, അത് നമ്മളും തിരിച്ചറിയണം. യാ അഹ്ല കിതാബ്, ഏ വേദക്കാരെ, ലാ തഗ്ലൂ ഫീ ദീനിക്കും, ദീനിന്റെ വിഷയത്തിൽ നിങ്ങൾ അതിര് കവിയരുത്.
മതത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ഒരിക്കലും അതിര് കവിയരുത്. അവരാരാണ്? അവര് പ്രവാചകന്മാരാണ്. അവർ കൊണ്ടുവരുന്നതിനെ നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ ഉൾക്കൊള്ളണം, അവരെ അനുസരിക്കണം. അതല്ലാതെ അവരെ ആരാധിക്കുന്ന, അവരെ പരിധി വിട്ട് സ്നേഹിക്കുന്ന ഒരവസ്ഥ നിങ്ങളിൽ ഉണ്ടാകരുത് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ഇയ്യാകും വൽ ഗുലൂം, അതിരുവിടുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നമാ അഹ്ലക മൻ കാന ഖബലകും അൽ ഗുലൂവ്, അതിരുവിടലാണ് നിങ്ങളുടെ മുൻ സമുദായങ്ങളെ നശിപ്പിച്ചത് എന്ന് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മൂന്നാമത്തത്, പ്രവാചകന്മാരെ കുറിച്ചുള്ള അന്ധവിശ്വാസങ്ങൾ കടന്നു വരാനുള്ള മൂന്നാമത്തെ കാരണം എന്താ അറിയോ? അറിവില്ലായ്മയാണ്. ശരിയായ അറിവ് ലഭിക്കാതിരിക്കുകയും ഊഹങ്ങളും കേട്ടുകേൾവിയുമെല്ലാം വിശ്വാസവും ആദർശവുമായി സ്വീകരിക്കുന്ന ഒരു സമൂഹത്തിന് മുന്നിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്. എന്നാൽ ഇസ്ലാം ഇവിടെ അതിശക്തമായ ചില താക്കീതുകൾ നൽകുന്നുണ്ട്. അതിലൊന്നിതാണ്, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്കറിവില്ലാത്ത വിഷയത്തെ നീ ഒരിക്കലും പിന്തുടരരുത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട? വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അത് അറിഞ്ഞ് മനസ്സിലാക്കി വിശ്വസിച്ചാൽ മതി. അറിവില്ലാത്ത വിഷയത്തിന്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. എന്നിട്ട് പറയാണ്, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ്, നമ്മുടെ കണ്ണ്, നമ്മുടെ കാത്, നമ്മുടെ ഹൃദയം, ഇതെല്ലാം കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, ഇതൊക്കെ നാളെ റബ്ബിന്റെ മുമ്പിൽ ചോദ്യമുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കണ്ണെന്തിനാണ്? കാണാനാണ്. ചെവി എന്തിനാണ്? കേൾക്കാനാണ്. ഹൃദയം എന്തിനാണ്? മനനം ചെയ്യാനാണ്, ചിന്തിക്കാനാണ്. ഇതൊക്കെ പടച്ചോൻ എന്തിനാ തന്നത്? ഇതൊക്കെ കാണാനും കേൾക്കാനും അറിയാനും പഠിക്കാനും. ഇതൊക്കെ ഉണ്ടായിട്ടും അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കാൻ നമ്മൾ സന്നദ്ധരായിട്ടില്ലെങ്കിൽ നാളെ ഖബറിലെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം എന്താണ്? മൻ നബിയുക, ആരാണ് നിന്റെ നബി എന്നാണ്. ആ ചോദ്യത്തിന് മറുപടി പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ 50 കൊല്ലം ജീവിച്ചിട്ട് 60 കൊല്ലം ജീവിച്ചിട്ട് ഇത്രയും ആരോഗ്യവും ആയുസ്സും സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സുഖങ്ങളും സർവ്വ സംവിധാനങ്ങളും ഒരുക്കി തന്ന റബ്ബിനോട് ശുക്ർ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് സാധിക്കുക? പരലോകത്ത് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുക? അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക എന്നത് വളരെ പ്രധാനമാണ്. ഒരിക്കലും ആ വിശ്വാസത്തിൽ അന്ധവിശ്വാസങ്ങൾ കടന്നു വരാൻ ഒരിക്കലും സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കുമ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. രണ്ടാം ഷഹാദത്ത് എന്താണ് സഹോദരങ്ങളെ? രണ്ടാമത്തെ ഷഹാദത്ത് അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്ന മുഹമ്മദൻ, തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഷഹാദത്ത് കലിമക്ക് 2 റുക്കിനുകളാണുള്ളത്, 2 തൂണുകളാണുള്ളത്. 4 ഷർത്തുകളുണ്ട്, 2 തൂണുകളുണ്ട്. എന്താണ് രണ്ടാം ഷഹാദത്തിന്റെ 2 റുക്കിനുകൾ? അതിലൊന്നാമത്തെ റുക്കിന് അബ്ദുഹു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ അടിമയാണ്. ഒരിക്കലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉടമയുടെ സ്ഥാനത്തേക്ക് ഉയർത്താൻ പാടില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അബ്ദ് എന്ന സ്ഥാനത്തിൽ നിന്ന്, ഖാലിഖ് എന്ന സ്ഥാനത്തിൽ നിന്ന്, ആ വിശേഷണത്തിൽ നിന്ന് ഒരിക്കലും ഒരു സിട്ടിയെ ആ സ്ഥാനത്തേക്ക് ഉയർത്താൻ പാടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ അടിമയാണ്. അതുകൊണ്ടാണ് ഖുർആൻ ഇങ്ങനെ ചോദിച്ചത്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു പോരെ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹി, പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ പരിശുദ്ധ ഖുർആൻ അത് അവതരിപ്പിക്കപ്പെട്ടത് അലാ അബ്ദിഹി, അള്ളാഹുവിന്റെ അടിമക്കാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഉടമയല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ അടിമയാണ്. മാത്രമല്ല സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുന്നുണ്ട്. ഖുൽ നബിയെ പ്രഖ്യാപിക്കണം, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലത്തെ മനുഷ്യനാണ്. തിന്നുകയും കുടിക്കുകയും കല്യാണം കഴിക്കുകയും അതേപോലെ തന്നെ
ജീവിതത്തിൽ ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട സകല ഗുണങ്ങളുമുള്ള ഒരു മനുഷ്യനാണ് ഞാനെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അതുകൊണ്ടും ഒരിക്കലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബ്ദ് എന്നതിന്റെ അപ്പുറത്തേക്ക് ഖാലിഖ് എന്ന സിഫത്തിലേക്ക് നമ്മൾ ഒരിക്കലും കൊണ്ടുപോകാൻ പാടില്ല. ഇങ്ങോട്ട് നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രമല്ല നമ്മുടെ സമൂഹം അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുന്നത്. നമ്മുടെ നാട്ടിലെ CM മടവൂരിനെ കുറിച്ച് പറഞ്ഞ് മുദബ്ബിറുൽ ആലം, ലോകം നിയന്ത്രിക്കുന്നവരാണ് എന്ന് മുതൽ അവിടെ മുതൽ പടച്ചോനാണ്, ഉടയോനാണ് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് വരെ നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്റെ കരളിന്റെ കഷ്ണമായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടിമയാണ്. ഒരിക്കലും ഉടമയുടെ വിശേഷണങ്ങൾ എന്റെ പ്രവാചകൻ ഇല്ല എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ്. റസൂൽ എന്ന് പറഞ്ഞാൽ അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, ജനങ്ങളെ ദീന് പഠിപ്പിക്കുവാൻ, മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ വഹ്യിന്റെ പിൻബലത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ദിവ്യ സന്ദേശത്തിന്റെ പിൻബലത്തോടുകൂടി അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ മതപരമായി എന്ത് നമ്മളോട് പറഞ്ഞാലും വമാ യൻതിഖു അനിൽ ഹവാ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം അഭീഷ്ടങ്ങൾക്കനുസരിച്ച് ഒന്നും സംസാരിക്കൂല. മതപരമായി എന്ത് കാര്യം പറഞ്ഞാലും അത് വഹയിന്റെ പിൻബലത്തോടുകൂടി മാത്രമാണ് സംസാരിക്കുകയുള്ളൂ. ഒരൊറ്റ ഉദാഹരണം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ, ദുനിയാവിൽ, ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചോദ്യം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി ലാ അദ്രി, എനിക്കറിയില്ല. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായി കടന്നു വന്നുകൊണ്ട് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അഹബ്ബുൽ ബുഖാഇ ഇലല്ലാഹ്, ഒരു നാട്ടിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ആ നാട്ടിലെ പള്ളികളാണ് എന്ന വഹയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നു. വഹയ് കിട്ടിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിന് ഈ വിഷയം പഠിപ്പിച്ചു കൊടുത്തു. ഈ ചരിത്രത്തിൽ നിന്ന്, ഈ ഹദീസിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മതപരമായി ഒരു വാചകം പറയുന്നുണ്ടെങ്കിൽ അത് വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുള്ളൂ എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. അപ്പൊ ചില ആളുകൾ ചോദിക്കും, പരിശുദ്ധ ഖുർആൻ മാത്രമല്ലേ വഹി, ഹദീസ് എങ്ങനെയാണ് വഹിയാകുന്നത്? ഹദീസും വഹി തന്നെയാണ് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. പരിശുദ്ധ ഖുർആൻ വഹിയാണ്, അതേപോലെ തന്നെ പരിശുദ്ധമായ ഹദീസും വഹിയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിന്റെ പിൻബലത്തോടെയല്ലാതെ മതപരമായ ഒരു കാര്യവും സംസാരിക്കുന്നില്ല എന്ന കാര്യം നമ്മൾ മറക്കരുത്. അപ്പൊ രണ്ട് റുക്നുകൾ നമ്മൾ പഠിച്ചു. ഒന്ന്, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അബ്ദാണ്. രണ്ടാമത്തത് റസൂലാണ്. പിന്നെ എന്താണ് 4 ഷർത്തുകൾ എന്താണ്? അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. 4 ഷർത്തുകളിൽ ഒന്നാമത്തെ ഷർത്ത് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തത് തസ്ദീഖുഹു ഫീമാ അഖ്ബറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മതപരമായി പഠിപ്പിച്ചതെന്ന അറിയിച്ചതെന്ന മുഴുവൻ കാര്യങ്ങളും വിശ്വസിക്കുക എന്നത് ഷഹാദത്ത് കലിമ അംഗീകരിക്കുന്ന ഓരോ വ്യക്തിയുടെയും നിർബന്ധ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മതപരമായ ഒരു കാര്യം പറഞ്ഞാൽ അതെന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലല്ലോ, അതെന്റെ ചിന്തക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലല്ലോ, അതെന്റെ കുടുംബത്തിന് പറ്റില്ലല്ലോ, അതെന്റെ നാട്ടുകാർക്ക് യോജിച്ചതല്ലോ, അത് പുറത്തുള്ള അമുസ്ലിങ്ങളൊക്കെ കേട്ട എന്ത് വിചാരിക്കും എന്നൊന്നും ചിന്തിക്കാനും ആലോചിക്കാനും പാടില്ല. വഅലൈനാ അത്തസ്ലീം, അത് അംഗീകരിക്കുക, അത് ഉൾക്കൊള്ളുക എന്നത് മാത്രമാണ് നമ്മുടെ ബാധ്യത. അറിയേണ്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഇസ്ലാം മനുഷ്യർക്ക് നന്മയല്ലാത്ത ഒന്നും കൽപ്പിക്കുകയില്ല. മനുഷ്യർക്ക് തിന്മയാകുന്ന ഒന്നും അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചിട്ടില്ല.
മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിന്, മനുഷ്യന്റെ കുടുംബ ജീവിതത്തിന്, മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തിന്, മനുഷ്യന്റെ ജീവിതത്തിന് തടസ്സമാകുന്ന, പ്രയാസമാകുന്ന ഒന്നും പരിശുദ്ധ ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുകയില്ല എന്ന അടിസ്ഥാനം കൂടെ ഈ വിഷയം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന, ഒരാളും മുഅ്മിനും മുഅ്മിനത്തുമാവുകയില്ല, വിശ്വാസിയും വിശ്വാസിനിയുമാവുകയില്ല. ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറ, അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യത്തിൽ ഒരു വിധി പറഞ്ഞാൽ, ഒരു വിഷയത്തിൽ ഒരു തീരുമാനം പറഞ്ഞാൽ, ഒരു വിഷയത്തിൽ മതപരമായൊരു വിഷയം പറഞ്ഞാൽ, അയ്യകൂന ലഹുമുൽ ഖീറതു മിൻ അംരിഹിം, ആ കൽപ്പനയിൽ, ആ പ്രവാചകന്റെ വിധിയിൽ ഒരു ഖീറത്തും മനസ്സിന്റെ ഉള്ളിൽ ഒരു വെറുപ്പും തോന്നാൻ പാടില്ല. മാത്രമല്ല അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ആരാണ് ധിക്കരിക്കുന്നത് അവർ മുഅ്മിനീങ്ങളല്ല, മുഅ്മിനത്തുകളല്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത്. സഹോദരങ്ങളെ, എന്നാളുകൾ ഇന്ന് സംസം വെള്ളത്തിന്റെ ബറക്കത്ത് പറ്റ നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖബറിലുള്ള ചോദ്യം ചെയ്യലിനെ കുറിച്ച്, ലോക്കപ്പ് മർദ്ദനമെന്ന് പറഞ്ഞ് പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് അതൊന്നും ഇല്ലാത്ത വിശ്വാസമാണ് എന്ന് സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങളെ പച്ചയായി നിഷേധിച്ചു കൊണ്ടിരിക്കുന്നു. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ലോകത്ത് ഇന്നലകളിൽ കടന്നുപോയ മഹാരഥന്മാരായ മുഹദ്ദിസീങ്ങൾ പഠിപ്പിച്ചു തന്ന പല ഹദീസുകളെയും നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ്? ദീനിന്റെ ഉസൂലുകളെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ വിവരമില്ലാത്തത് കൊണ്ടാണ് ഈ നിഷേധമെന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. അള്ളാഹുവിന്റെ റസൂൽ വഹയിന്റെ പിൻബലത്തോടെ ഏതൊരു കാര്യം പഠിപ്പിച്ചു തന്നാലും അത് വിശ്വസിക്കുകയും അത് അംഗീകരിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. മിഅ്റാജിന്റെ രാത്രിയിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരൊറ്റ രാത്രി കൊണ്ട് ഇസ്റാഉം മിഅ്റാജും കഴിഞ്ഞു വന്നെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജനതയോട് പറഞ്ഞപ്പോ ആ ജനത പ്രവാചകനെ പരിഹസിച്ചു, അപഹസിച്ചു, നിന്ദിച്ചു. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, താങ്കളുടെ കൂട്ടുകാരൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, താങ്കൾ അത് വിശ്വസിക്കുന്നുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? എന്റെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അവര് പറഞ്ഞു, അതെ, മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ അറിയുക, രാവിലെയും വൈകുന്നേരവും ഏഴാനാകാശത്തിനപ്പുറത്ത് നിന്ന് ജിബ്രീൽ എന്ന മലക്കിനെ വിട്ട് എന്റെ പ്രവാചകനെ രാവിലെയും വൈകുന്നേരവും അള്ളാഹു വഹി കൊടുക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് ഈ അബൂബക്കർ. ഈ അബൂബക്കറിനെ ഇത് വിശ്വസിക്കാതിരിക്കാൻ യാതൊരു തടസ്സവുമില്ല. ഞാനിതാ എന്റെ പ്രവാചകൻ പറഞ്ഞത് വിശ്വസിച്ചിരിക്കുന്നു. അന്നു മുതലാണ് സുമ്മിയ അബൂബക്കറിൻ അസ്സിദ്ദീഖ്, അന്നു മുതലാണ് അബൂബക്കറിന്റെ പേരിന്റെ കൂടെ അസ്സിദ്ദീഖ്. നമ്മളൊക്കെ അബൂബക്കർ എന്ന് കേൾക്കുമ്പോ അല്ലല്ല അസ്സിദ്ദീഖ് എന്ന് നമ്മൾ വിളിക്കാൻ തുടങ്ങിയത് അന്നു മുതലാണെന്ന ചരിത്രം നമ്മൾ ഒരിക്കലും മറക്കരുത്. പ്രിയപ്പെട്ടവരെ, നമ്മളും സിദ്ദീഖീങ്ങളാകണം. കാരണം എന്താണ്? കൂനൂ മഅസ്വാദിഖീൻ, നിങ്ങൾ സ്വാദിഖീങ്ങളുടെ കൂടെയാകണം. സിദ്ദീഖീങ്ങളാണ് സ്വർഗത്തിന്റെ ഉന്നത സ്ഥാനത്ത്. നമ്മളും സ്വർഗത്തിന്റെ ഉന്നത സ്ഥാനം ആഗ്രഹിക്കുന്നവരാണ്. അത് ലഭിക്കണമെങ്കിൽ സിദ്ദീഖീങ്ങളാകണം, സ്വാദിഖീങ്ങളാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. രണ്ടാം ഷഹാദത്തിന്റെ ഷർത്തുകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിലൊന്ന്, അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മതപരമായി പഠിപ്പിച്ചു എന്ന എന്തൊരു കാര്യമുണ്ടോ അതങ്ങനെ തന്നെ വിശ്വസിക്കുക. രണ്ടാമത്തത് താഅതുഹു ഫീമാ അമറ, അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യങ്ങളൊക്കെയും അനുസരിക്കുക. മൂന്നാമത്തത് വജ്തിനാബു മാ നഹാ അൻഹു വസജറ, അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച കാര്യങ്ങളൊക്കെയും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക.
ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ ബാധ്യതയാണ്. പരിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹ് പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നിടത്ത് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ലോകത്ത് അറിയപ്പെട്ട 3 സമൂഹങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ നബിയാണ് ഇബ്രാഹിം നബി. ജൂതന്മാര് പറഞ്ഞു, ക്രിസ്ത്യാനികൾ പറഞ്ഞു, മുസ്ലിങ്ങൾ പറഞ്ഞു. അല്ലാഹ് പറഞ്ഞു ഇബ്രാഹിം നബി ആരാണ്? മാക്കാന ഇബ്രാഹിം യഹൂദിയൻ, ജൂതന്മാര് പറയുന്നത് പോലെ ഒരു ജൂതീയ പ്രവാചകനല്ല. വല നസ്റാനിയൻ, ക്രിസ്ത്യാനികൾ പറയുന്നത് പോലെ ഒരു ക്രിസ്തീയ പ്രവാചകനല്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ, അള്ളാഹുവിന് പൂർണ്ണമായും കീഴൊതുങ്ങിയ ഒരു വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വമാ കാന മിനൽ മുശ്രിക്കീൻ, ഒരിക്കലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ശിർക്ക് ചെയ്യുന്നവരിൽപ്പെട്ടവനായിരുന്നില്ല. എന്നിട്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നു, അല്ലാഹ് ജനങ്ങളെ പഠിപ്പിക്കുന്നു, ഇന്ന ഔലന്നാസ് ബി ഇബ്രാഹിം, ജനങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഏറ്റവും ബന്ധമുള്ളത് ലല്ലദീന തബഉ, അദ്ദേഹത്തെ പിൻപറ്റുന്നവരാരോ അവർക്കാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഏറ്റവും ബന്ധം. ഈ ആയത്തിന് മുന്നിൽ വെച്ചിട്ട് പണ്ഡിതന്മാർ പറയുന്നു, ഞങ്ങളൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകളാണ്, റസൂലുള്ളാഹിന്റെ ഉമ്മത്താണെന്ന് പറയുന്നവർ ആ റസൂലുള്ളാഹിനെ പിൻപറ്റി ജീവിച്ചാൽ അവരാണ് ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും ബന്ധമുള്ളവരെന്നാണ് പരിശുദ്ധ ഇസ്ലാം, പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ സ്വീകരിക്കാനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരോധങ്ങളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. 4ാമത്തെ കാര്യം പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു, വഅല്ലാ യുഅബദല്ലാഹ് ഇല്ലാ ബിമാ ശറഅ, ശറഅ കൊണ്ടുവന്നതുകൊണ്ടല്ലാതെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു എന്ന രൂപത്തിലല്ലാതെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. 2ാമത്തെ ഷഹാദത്തിന്റെ 4ാമത്തെ ഷർത്താണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ നിസ്കരിക്കാൻ പഠിപ്പിച്ചു തന്നു അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെ നോമ്പെടുക്കാൻ പഠിപ്പിച്ചു തന്നു, എങ്ങനെ ഹജ്ജ് ചെയ്യാൻ പഠിപ്പിച്ചു തന്നു, എങ്ങനെ ഉംറ ചെയ്യാൻ പഠിപ്പിച്ചു തന്നു, എങ്ങനെയാണ് പരിശുദ്ധ ഇസ്ലാമിലെ ഓരോ കർമ്മങ്ങളും ചെയ്യേണ്ടത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്താലേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ഒരു മനുഷ്യന്റെ പ്രവർത്തനം സ്വീകരിക്കാൻ 2 മാനദണ്ഡമാണ് പരിശുദ്ധ ഇസ്ലാം മുന്നിൽ വെച്ചത്. 1ാമത്തത് ആ പ്രവർത്തനത്തിൽ ഇഖ്ലാസ് ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൂലി മാത്രം ആഗ്രഹിച്ചുകൊണ്ടാകണം, എങ്കിലേ റബ്ബ് സ്വീകരിക്കുകയുള്ളൂ. 2ാമത്തത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന രൂപത്തിലായിരിക്കണം, എങ്കിലേ നിങ്ങൾ ചെയ്യുന്ന അമലു സ്വാലിഹാത്തുകളുടെ കൂട്ടത്തിൽ അള്ളാഹു എണ്ണുകയുള്ളൂ എന്നാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത്. ഇന്ന് പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏതൊരു കാര്യം നിങ്ങൾ എടുത്തു പരിശോധിച്ചാലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതല്ല, അവിടുത്തെ സഹാബിമാർ പഠിപ്പിച്ചു തന്നതല്ല, അവിടുത്തെ താബിഈങ്ങൾ പഠിപ്പിച്ചു തന്നതല്ല. അള്ളാഹുവിന്റെ റസൂലിനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാര് സ്നേഹിച്ചതുപോലെയാണ് നമ്മുടെ കരളിന്റെ കഷ്ണമായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കേണ്ടത്. ഒരിക്കലും ആ വിഷയത്തിൽ അതിര് കവിയുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അതാണ് പരിശുദ്ധ ഇസ്ലാം നമ്മൾ പഠിപ്പിച്ചത്. ഖുൽ നബിയെ പറയണം, ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അമല, അമലുകൊണ്ട് നഷ്ടക്കാരായ ആളുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. അവരൊരുപാട് ചെയ്തിട്ടുണ്ട്, ആ ചെയ്ത പ്രവർത്തനങ്ങളൊന്നും അവർക്ക് തോന്നിയ രൂപത്തിൽ ചെയ്തതാണ്, ഒരിക്കലും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ പിൻബലത്തോടെ ചെയ്തതല്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും അതിന് നമുക്ക് കൂലി കിട്ടണമെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ, പഠിപ്പിച്ചു തന്ന രീതിയിൽ, പഠിപ്പിച്ചു തന്ന എണ്ണത്തിൽ, പഠിപ്പിച്ചു തന്ന രൂപത്തിൽ, ആവൃത്തത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ മാത്രമേ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയുള്ളൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ കൂടുതൽ അറിയാനും പഠിക്കാനും അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ സ്വർഗീയാരാമത്തിൽ ഒരുമിച്ച് ചേരാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ നിന്ന് ഹൗദുൽ കൗസർ എന്ന പാനീയം വാങ്ങിക്കുടിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിദ്അത്തുകാർക്ക് അത് നിഷേധിക്കപ്പെടുമെന്ന് നമ്മുടെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്താതിരിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ ഇഷ്ടപ്പെടുന്ന മുവഹ്ഹിദീങ്ങളുടെ, മുഖ്ലിസീങ്ങളുടെ കൂട്ടത്തിൽ
അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിലെ രോഗികൾക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك.